ഡിജിറ്റൽ മാർക്കറ്റിൽ നിന്ന് AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്ലേസ്മെൻ്റ് അല്ല, അതൊരു ഇവല്യൂഷനാണ്. ഇപ്പോൾ മുന്നേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ മാനുവലായിരുന്നു. മാനുവലായിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യുക, കോണ്ടൻറ്റ് നമ്മൾ തന്നെ എഴുതുക, കീവേഡ് റിസർച്ച് നടത്താം. ആ രീതിയിലായിരുന്നു മുന്നേ ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ AI ഇൻ്റഗ്രേഷൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റാ ആഡ്സ്, ഗൂഗിൾ ആഡ്സിലൊക്കെ ഓഡിയൻസിനെ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആഡ് ഒപ്റ്റിമൈസേഷൻ മാനുവലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി AI തന്നെ മെറ്റയുടെ ആയിക്കോട്ടെ, ഗൂഗിളിൻ്റെ ആയിക്കോട്ടെ, AI ആഡ് ഒപ്റ്റിമൈസേഷൻ AI ചെയ്യുകയാണ്. അതേപോലെ തന്നെ കോണ്ടന്റ് ജനറേഷൻ, ഈ ബിഡ് സ്ട്രാറ്റജി ആയിക്കോട്ടെ, എല്ലാം AI ഇവല്യൂഷനിലൂടെ പുതിയ രീതിയിലേക്ക് മാറി വന്നിരിക്കും. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വന്ന ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ലിങ്ക് അക്കാഡമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ടാസ്ക്കാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഒരു 80% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് റിയൽ ടൈം ടാസ്ക്കാണ് ഇവിടെ നൽകുന്നത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീൻസ് തിയറി അല്ല, ഒരു പ്രാക്ടിക്കൽ വേർഡാണ്. റിയലായിട്ട് ലൈവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ്.